ബിഗ് ബോസ് വീട്ടിൽ നിന്നും കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ ശരണ്യ കഴിഞ്ഞ ദിവസമാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. ശരണ്യയുടെ എയർപോർട്ടിൽ വന്ന സമയത്ത് അവിടെ പൂമാലയിട്ട് സ്വീകരിക്കലും ഫാൻസൊക്കെ വരലൊക്കെ ഉണ്ടായിരുന്നു. ഫാൻസ് എന്ന് പറയാനായിട്ട് കയ്യിലെണ്ണാവുന്ന അത്രയും ഫാൻസ്. പക്ഷെ പൂമാലയൊക്കെ ഇട്ടിട്ട് വരുന്ന ശരണ്യൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും ഫാൻസ് ഉണ്ടായിട്ടും എന്തായിരിക്കും ഔട്ടായത്, അവിടെ എന്തെങ്കിലും കള്ളത്തരം നടന്നോ എന്നൊക്കെ ശരണ്യയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതറിയില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരണ്യ പോകുന്ന സമയത്ത് ശരണ്യയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഗെയിമർ ആരാണ്, അല്ലെങ്കിൽ ആരാണ് വിൻ ചെയ്യുക എന്ന് തോന്നുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ശരണ്യയുടെ അടുത്ത്. അതിന് ശരണ്യ പറഞ്ഞു എന്തായാലും അത് ജിൻഡോ ചേട്ടനാണെന്നാണ് തോന്നുന്നത്. ജിൻഡോ ചേട്ടൻ നന്നായി ഗെയിം കളിക്കുന്നുണ്ട്, അതുകൊണ്ട് ജിൻഡോ ചേട്ടൻ്റെ ആ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അത്രയും നല്ലതായതുകൊണ്ട് ജിൻഡോ തന്നെ കപ്പെടുക്കും, ജിൻഡോ ചേട്ടൻ തന്നെ കപ്പെടുക്കും എന്ന് അവിടെ ശരണ്യ പറയുന്നുണ്ട്. അതിനുശേഷം അവിടെ ശരണ്യയുടെ അടുത്തൊരു ചോദ്യം ചോദിച്ചു. അവിടെ ആ വീട്ടിലെ ഏറ്റവും മിസ് ചെയ്യുന്നത് ആരെ ആയിരിക്കും എന്നുള്ളത് ഒന്ന് ആലോചിച്ചതിന് ശേഷം ശരണ്യ അവിടെ ഉത്തരം പറയുന്നുണ്ട്. ജിൻഡോ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് ജിൻഡോ ചേട്ടന് ഞാൻ നല്ല കമ്പനിയായിരുന്നു, ജിൻഡോ ചേട്ടൻ്റെ മൈന്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ മിസ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ശരണ്യയെ അവിടെ കാണാനായിട്ട് സാധിച്ചു. അല്ല അതിനുശേഷം എനിക്കൊരു മൊത്തത്തിലൊരു കൺഫ്യൂഷനായി. അല്ല ജിൻഡോയും ശരണ്യയും തമ്മിൽ എപ്പോഴാണ് ഫ്രണ്ട്സ് ആയിരുന്നേ എന്നൊരു കൺഫ്യൂഷൻ എൻ്റെ മനസ്സിലുണ്ടായി. അതുവരെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ മിസ് ചെയ്യുന്നത് അവിടെ അപ്സരയായിരുന്നു, ശ്രീധുനിയായിരുന്നു, അർജുനയായിരുന്നു, ഇവരൊക്കെ ആയിരുന്നു ഫ്രണ്ട്സ് ആയിരുന്നത്, ഇവരൊക്കെയാണ് കൂടുതൽ കമ്പനി ആയിരുന്നത്. അവിടെ വഴക്കിട്ടിട്ടുണ്ട് ജിൻഡപ്പനായിട്ട് ശരണ്യ. ആ ഡ്രസ്സിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി വഴക്കിടുന്നുണ്ടായിരുന്നു. പക്ഷെ ആ വഴക്കൊക്കെ വെറുതെ പോട്ടെ, ചെറിയൊരു വഴക്കാണെന്ന് വിചാരിക്കാം. പക്ഷേ ശരണ്യയും ജിൻഡപ്പനും തമ്മിൽ ഇത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ളത് ശരണ്യ പുറത്ത് വന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്. ശരണ്യ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ജിൻഡപ്പനെയാണെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് ഇങ്ങനെ കര കവിഞ്ഞൊഴുകി. ഈശോ, ഇത്രയും ഇവർ ഫ്രണ്ട്സ് ആയിരുന്നോ, ജിൻഡപ്പനെ ഇത്രയും ശരണ്യ മിസ് ചെയ്യുമോ എന്നാലോചിച്ചുകൊണ്ട്. ഇത്രയും ഫേക്കായിട്ട് മനുഷ്യർക്ക് എങ്ങനെയാണ് മാറാനായിട്ട് സാധിക്കുന്നതെന്ന് തോന്നിപ്പോയി ആ ഒറ്റ വാചകം കേട്ടപ്പോൾ. ജിൻഡോ കപ്പടിക്കുമെന്ന് പറയുന്നതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. പുറത്തിറങ്ങിയ ശരണ്യക്ക് അത് അവിടെ നിന്ന് കുറേ വീഡിയോസും കാര്യങ്ങളും എല്ലാം അവിടുത്തെ നിന്ന് കിട്ടുന്ന അറിവും എല്ലാം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ജിൻഡോ കപ്പടിക്കും, ജിൻഡോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻ സപ്പോർട്ട് എന്നുള്ളത്. അപ്പോൾ ജിൻഡോ കപ്പടിക്കുമെന്ന് പറയുന്നതിൽ ഞാനൊരു തെറ്റും പറയുന്നില്ല. പക്ഷെ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആരെയാണെന്ന് ചോദിച്ച വഴിക്ക് ജിൻഡപ്പൻ എന്ന് പറഞ്ഞതിനോടാണ് എനിക്ക് വിയോജിപ്പുള്ളത്. അവിടെ അത്രയും കാലം അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു അവർ എന്നുണ്ടെങ്കിൽ ആ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. അല്ലാതെ അവിടെ എടുത്ത വഴിക്ക് ജിൻഡപ്പനെയാണ് മിസ് ചെയ്യുന്നത്, ബാക്കി ആരെയും പേരില്ല. എങ്കിൽ പിന്നെ കുറച്ച് പേരുടെ പേരുകൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിൽ ജിൻഡപ്പനെയും പറഞ്ഞു എന്ന് വിചാരിക്കാം. ഇത് മിസ് ചെയ്യുന്നത് ആരെയെന്ന് ചോദിച്ചപ്പോൾ ജിൻഡപ്പൻ മാത്രം. അതിന് മാത്രം ശരണ്യയും ജിൻഡപ്പനും ഇത്രയും ക്ലോസ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. ഈ പുറത്തിറങ്ങിയിട്ടും ഗെയിം കളിച്ചുകൊണ്ട് ഫേക്കായിട്ട് നിൽക്കേണ്ട ആവശ്യകതയുണ്ടോ ശരണ്യ എന്നാണ് എനിക്ക് ചോദിക്കാനായിട്ട് തോന്നിയത്. അകത്തൊക്കെ ഗെയിമൊക്കെ, പുറത്ത് വന്നിട്ട് ഇത്രയും ഇതിന് വേണ്ടിയിട്ട് ജിൻഡപ്പൻ ഒരുപാട് ഫാൻസ് ഉണ്ട്, ആ ഫാൻസിന്റെ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇനി വോട്ടൊന്നും ഇല്ല ശരണ്യെ. അതിന് വേണ്ടിയിട്ട് ജിൻഡപ്പന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇരിക്കേണ്ട ആവശ്യകതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.